ഹലോ, എല്ലാവർക്കും ബാമി പൂജ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുള്ളായിട്ട് കുറച്ച് യൂട്യൂബിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യം എല്ലാവരോടും ഒരു സന്തോഷം, എനിക്ക് 10K സബ്ബായി. അതിനെന്നെ സഹായിച്ച എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാനിപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനലിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ ചാനൽ തുടങ്ങുന്നവരാണെങ്കിലും ഇപ്പോൾ ചാനലുള്ളവരാണെങ്കിലും അവർക്ക് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും. ഞാനിപ്പോൾ ഒരു 1 ഇയറായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഈ ഒരു ഫെബ്രുവരി കഴിഞ്ഞപ്പോൾ 2026 ഫെബ്രുവരി ആയപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ അതിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ പറഞ്ഞുതരാം. അപ്പം നമ്മളിപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഫെബ്രുവരി ഒരു 25th ഞാൻ ആദ്യം വീഡിയോ ഇടുന്നത് എൻ്റെ മോഡൽ വീഡിയോ ആണ്. ജസ്റ്റ് ചുമ്മാ വന്നിട്ട് നോക്കിയതാണ്. ഞാനിവിടെ വീട്ടിൽ ഇരുന്നപ്പോൾ എൻ്റെ സിസ്റ്ററാണ് പറഞ്ഞത് ഈ ഒരു വീഡിയോ ഇട്ട് നോക്കുക, വെറുതെ ഇരിക്കും, ഒരു ചാനൽ തുടങ്ങരുതോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കാം പറഞ്ഞ് കുഞ്ഞിൻ്റെ ഒരു വീഡിയോ ആദ്യം ഇട്ട് നോക്കി. ഒരു 10 മിനിറ്റല്ല സെക്കൻഡ്സ് എന്തോ ആയിക്കഴിഞ്ഞു 4.5K വ്യൂസ്. ഞാൻ കണ്ണു തള്ളിപ്പോയി, ഇത്രയും പെട്ടെന്ന് ഇത്രയും വ്യൂസ് കയറും. അപ്പം ഞാൻ പിറ്റേ ദിവസം വന്നാൽ ഞാൻ ഒരു കണ്ടന്റ് തന്നെ അല്ലായിരുന്നു ആദ്യമായിട്ട്. ഞാൻ ചിലപ്പോൾ ഷോർട്സ് ഇടും, ചിലപ്പോൾ കിച്ചണിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറേ വീഡിയോസാണ് ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം എല്ലാത്തിനും നല്ല റീച്ച് കിട്ടുമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും ഇട്ട് നോക്കണം. പക്ഷെ നമുക്കതിൽ ഏതാണ് റീച്ച് കയറുന്നത് നമ്മൾ നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ എല്ലാ തരത്തിലുള്ള വീഡിയോസ് ഇട്ടു. അപ്പോൾ പ്രേക്ഷകർക്ക് നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് ഏതാണ് പെട്ടെന്ന് ഇഷ്ടപ്പെടുക നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് പിന്നെ ഞാൻ എൻ്റെ ഷോർട്സ് ഇടാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ നല്ല റീച്ച് കയറുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഷോർട്സ് മാത്രം ഇടാം. ഞാൻ ഷോർട്സ് കുറേ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ മോഡൽ ഒരു വീഡിയോ ഇട്ട് നോക്കിയപ്പോൾ അത് റീച്ച് കയറുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ നമ്മൾക്ക് ഏത് വീഡിയോസിനാണ് നമ്മുടെ സ്നേഹിക്കുന്നവരെ നമുക്ക് സപ്പോർട്ട് തരുന്നതെന്ന് നമ്മൾ നോക്കുക. അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇടുക. അങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഷോർട്സ് മാത്രം ഇടാൻ തുടങ്ങി. മോഡൽ വീഡിയോസ് ഇട്ടപ്പോൾ റീച്ച് കയറാത്തതും കണ്ടിന്യൂസ്. പിന്നെ അതുപോലെയുള്ള മെയിൻ കാര്യം നമ്മൾ ഡെയിലി ഷോർട്സ് ഇടാം. ഞാനിപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ഷോർട്സ് ഇടുമായിരുന്നു. ഒരു ദിവസം ഒരു 10 ഷോർട്സൊക്കെ വെച്ച് ഞാൻ ഇടുമായിരുന്നു. പിന്നെ അത് കുറച്ച് നേരം കഴിയുമ്പോൾ റീച്ച് കുറഞ്ഞു. ഡെയിലി നമ്മൾ വീഡിയോസ് ഇടണം. ഒരു വീഡിയോസെങ്കിലും ഡെയിലി വീഡിയോസ് ഇടുന്നവരാണെങ്കിലും ഷോർട്സ് ഇടുന്നവരാണെങ്കിലും ഡെയിലി ഇടണം. നമ്മൾ ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നമ്മുടെ വ്യൂസ് കുറയും. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു വീഡിയോ ഇട്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടാൽ മതി. പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള റീച്ച് നമുക്ക് കിട്ടും. നമ്മൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാം. ഞാൻ അതുകൊണ്ട് ഡെയിലി വീഡിയോസ് ഇടാം. പക്ഷെ അതുപോലെ തന്നെ ഞാൻ ഷോർട്സുകളുടെ എണ്ണം കുറച്ചു. ഞാൻ നേരത്തെ ഒരുപാട് വലിച്ചുവാരി ഷോർട്സ് ഇടുമായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് ഡെയിലി ഇപ്പോൾ ഒരു 5 എണ്ണം, മാക്സിമം ഒരു 5 ഷോർട്സൊക്കെ ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഷോർട്സിന് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് റീച്ച് കയറത്തുള്ളൂ. നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഉടനെ നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടില്ല. പതിയെ നമ്മുടെ ഷോർട്സിന് വ്യൂസ് കയറത്തുള്ളൂ. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാം. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് റീച്ച് കയറണമെന്നില്ല. അപ്പോൾ നമ്മൾ പതിയെ നമുക്ക് റീച്ച് കയറുള്ളൂ. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ പുതിയ ചാനൽ തുടങ്ങുന്നവരോട് കൂടിയിട്ടാണ് ഞാൻ ഈ പ്രത്യേകം എടുത്തത്. ചിലർ വീഡിയോസ് ഇട്ടാണ് കുറച്ചുകൂടെ ഏണിങ്സ് കയറുന്നത്. അല്ല നമ്മൾ ഷോർട്സ് ഇടുമ്പോൾ വളരെ തുച്ഛമായ ഡോളറൊക്കെ നമുക്ക് 1K ഒക്കെ ആകുമ്പോൾ 0.something എന്തോ ഡോളേഴ്സേ കയറത്തുള്ളൂ. അപ്പോൾ കുറച്ച് ലോങ് വീഡിയോ ഇടുമ്പോഴാണ് കുറച്ചുകൂടെ വ്യൂസ് കിട്ടുക. അപ്പോൾ അതും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ വേറൊരു കാര്യം, പിന്നെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് നമ്മൾ ശ്രദ്ധിക്കും. മെയിൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയാലേ നമ്മുടെ വ്യൂസ് കൂടുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല കണ്ടൻറ്റുകൾ ഇടാൻ ശ്രമിക്കുക. ഷോർട്സ് ആയാലും എല്ലാം നല്ല. പിന്നെ അതുപോലെ തന്നെ കാര്യം, നല്ല ക്ലാരിറ്റിയുള്ള ഫോൺ അത് നമ്മൾ യൂസ് ചെയ്യുക. മെയിൻ അതാണ്, നല്ല ഫോണാണ് മെയിൻ കാര്യം. പിന്നെ കുറച്ച് ക്ലാരിറ്റിയുള്ള ഫോണായിരിക്കണം. ഷോർട്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഷോർട്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പതിയെ ഇപ്പോൾ പെട്ടെന്ന് വ്യൂസ് സബ്സ്ക്രൈബറും കയറില്ല. പതിയെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നതനുസരിച്ച് നമുക്ക് പതിയെ വ്യൂസ് കയറും. ഉറപ്പായിട്ട് തീർച്ചയായിട്ടും വ്യൂസ് കയറും. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. അതാണ് മെയിൻ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മുടെ താഴെ വന്ന് ചിലർ കമൻറ്റ് ചെയ്യും,
അപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം അവരുടെ വീഡിയോ ശ്രദ്ധിക്കും. നമ്മൾ വേഗം അവരുടെ വീഡിയോ ഇപ്പോൾ അവരുടെ ഒരു 2-3 വീഡിയോസ് കാണുക, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് സബ് കിട്ടും. അപ്പോൾ തിരിച്ചങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അവർ നമ്മളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. എനിക്കൊരു അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൽ എനിക്ക് ഫുൾ മോർണിംഗ് ആയത് ഞാൻ ലൈവ് ഇട്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ ലൈവ് ഇടുമ്പോഴാണ് കൂടുതലും സബ് കയറിയിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏത് ഏത് കണ്ടൻറ്റാണോ ഇടുന്നത് ആ കണ്ടന്റിന് ഡെയിലി ഇടാൻ ശ്രമിക്കുക. നമ്മളിടുമ്പോൾ പ്രേക്ഷകർക്ക് നമ്മുടെ ഏത് കണ്ടൻറ്റാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ആയാലും ഷോർട്സ് ആയാലും നമ്മൾ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ കുറേ വീഡിയോസും എന്താണ് നമ്മൾ ഷോർട്സ് ആണെങ്കിലും നമ്മൾ കിച്ചൺ ആൻഡ് ഗാർഡനിങ് എന്താണെങ്കിലും കുട്ടികളുടെ വീഡിയോ ഒക്കെ ഇടും. അപ്പോൾ അതിൽ പ്രേക്ഷകർക്ക് നമ്മുടെ വീഡിയോസ് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഫലം തരും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ആയാലും എല്ലാവരും തീർച്ചയായിട്ടും തരും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഫലം കിട്ടിയിരിക്കും. അത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ തിരിച്ച് സപ്പോർട്ട്, അവർ ലൈവ് വരുമ്പോൾ അവരുടെ ലൈവിൽ പോയി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ലൈവ് വരുമ്പോൾ അവരും വന്ന് തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് തരും. അതുപോലെ ഡെയിലി വീഡിയോ ഇടാതിരിക്കരുത്. ഡെയിലി വീഡിയോസ് ഒറ്റ വീഡിയോ ഇട്ടാൽ മതി, എങ്കിലും ഇടണം. അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബാധിക്കുന്ന കാര്യമാണ്. ചാനലത് പ്രത്യേകം നോട്ട് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഞാൻ എൻ്റെ ചാനലിൽ വരുത്തിയത്. പിന്നെ ഡെയിലി വീഡിയോ ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരുപാട് വലിച്ചുവാരി വീഡിയോസ് ഇടാതിരിക്കുന്നതാണല്ലോ. നമ്മൾ തുടങ്ങുമ്പോൾ കുറച്ച് ഏറെ വീഡിയോ ഇടുക. അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്നതനുസരിച്ച് നമ്മൾ ഷോർട്സിൻ്റെ എണ്ണമായാലും വീഡിയോസ് എണ്ണമായാലും കുറയ്ക്കുക. കൂടുതലും വീഡിയോസ് ഇടുന്നതാണ് നല്ലത്. വീഡിയോസ് ഇടുമ്പോഴേ ഏണീസ് കുറച്ച് പെട്ടെന്ന് കയറുള്ളൂ. ഷോർട്സിനൊക്കെ ചെറിയ ഏണീസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ളവർ എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.